കേരളത്തിലെ മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുക്കുന്നതിൽ നിന്ന് ഹൈക്കമാൻഡിന് വലിയ വെല്ലുവിളി ഉണ്ടാകുന്നതിന് പ്രധാന കാരണങ്ങളിലൊന്ന് മുസ്ലിം ലീഗാണെന്നുള്ള ആരോപണങ്ങളും വിലയിരുത്തലുകളൊക്കെ വരുന്നുണ്ട്. അങ്ങനെ മുസ്ലിം ലീഗിൻ്റെ പ്രഷറിന് വിധേയമായിട്ട് ഒരു മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ, അത്തരത്തിലുള്ള ഒരു മുഖ്യമന്ത്രി കേരളത്തിൽ വരികയാണെങ്കിൽ പിന്നീടുള്ള ഭരണം എന്ന് പറയുന്നത് വലിയ സങ്കീർണതകളിലേക്കും അതോടൊപ്പം തന്നെ മറ്റ് പല രീതിയിലുള്ള ചേരിതിരിവുകളിലേക്കും ഒക്കെ കടക്കില്ലേ? ഇതെങ്ങനെയാണ് മറ്റ് രാഷ്ട്രീയ പാർട്ടികൾക്ക് ഗുണകരമായിട്ട് മാറുക? ലീഗിന്റെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ബാഹ്യശക്തികളുടെ, ഇപ്പൊ പറയപ്പെടുന്ന പോലെ ജമാഅത്തെ ഇസ്ലാമിയുടെയോ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും സംഘടനകളുടെയോ ഒക്കെ ബാഹ്യ സമ്മർദ്ദത്തിന് വിധേയമായിട്ടാണ് കോൺഗ്രസ് മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്നത് എങ്കിൽ തീർച്ചയായിട്ടും അതൊരു സാമൂഹിക രാഷ്ട്രീയ ചേരിതിരിവിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിക്കും എന്നാണ് എൻ്റെ വിലയിരുത്തൽ. കോൺഗ്രസ് ഇപ്പം 3 പേരുടെ പേരാണ് ഈ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പറഞ്ഞ് കേട്ടതും അവരായിരുന്നു മത്സരത്തിൽ ഉണ്ടായിരുന്നതും. മുൻ പ്രതിപക്ഷ നേതാവായ രമേശ് ചെന്നിത്തല, ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവായ വി.ഡി. സതീശൻ, അതുപോലെ AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ. ഇങ്ങനെ 3 പേരുടെ പേരാണ് നമ്മൾ പറഞ്ഞു കേട്ടത്. ഇന്ന് വൈകിട്ട് ഈ തീരുമാനം ആയിക്കഴിഞ്ഞു എന്ന് ചില കേന്ദ്രങ്ങൾ പറയുന്നു. ഇന്ന് വൈകിട്ട് നടക്കുന്ന കോൺഗ്രസിന്റെ പാർലമെന്ററി പാർട്ടി യോഗത്തിൽ ആ പ്രഖ്യാപനം ഉണ്ടാകുമെന്ന് പറയുന്നു. എന്തായാലും ഈ പണ്ട് മലയാളത്തിലൊരു പ്രയോഗമുണ്ട്, ഇച്ചിരി അശ്ലീലമാണെങ്കിലും ഞാൻ പറയുവാണ്, കോഴിക്ക് മുല വരുന്ന പോലെ ആയിരുന്നു ഈ കോൺഗ്രസിന്റെ മുഖ്യമന്ത്രിയെ തീരുമാനിക്കാനുള്ള ഒരു കാത്തിരിപ്പ്. പണ്ട് ഒരു കോഴിക്കുഞ്ഞുങ്ങൾ പോയിട്ട് അമ്മയുടെ പറയും, മറ്റു ജീവികളൊക്കെ പോയിട്ട് പാല് കുടിക്കുന്ന അമ്മയെ, ഞങ്ങൾക്ക് മാത്രം എന്താണിത് സാധിക്കാത്തതെന്ന് പറയുമ്പോൾ അമ്മ പറയും, മോനെ മക്കളെ, അടുത്ത ദിവസം അമ്മ എനിക്ക് സാധിക്കും ഇതിന്. അങ്ങനെ പറഞ്ഞ് ഇതിപ്പോ കുറെ ദിവസങ്ങളായി. എന്തായാലും ഇന്നത് സംഭവിക്കട്ടെ എന്ന് ഞാൻ പ്രത്യാശിക്കുകയാണ്. അതിനെക്കുറിച്ച് അതിൽ കൂടുതൽ ഞാൻ തൽക്കാലം പറയുന്നില്ല. പക്ഷേ കോൺഗ്രസിന്റെ ഹൈക്കമാൻഡ് പാർട്ടിയുടെ അണികളുടെ വികാരവും പാർട്ടിയുടെ നേതൃത്വത്തിന്റെ വികാരവും പാർലമെന്ററി പാർട്ടിയിലെ MLA-മാരുടെ വികാരവും ഒക്കെ കണക്കിലെടുത്ത് പ്രഖ്യാപിക്കുന്നതിൽ തെറ്റൊന്നുമില്ല. അത് തീർച്ചയായിട്ടും അതൊരു തെറ്റായ നടപടിക്രമമാണെന്ന് ഞാൻ കരുതുന്നില്ല. പക്ഷേ അതല്ലാതെ ബാഹ്യശക്തികളുടെ പ്രേരണയാലോ ബാഹ്യശക്തികളുടെ സമ്മർദ്ദത്താലോ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ തീരുമാനിച്ചാൽ അവിടെ അതൊരു തെറ്റായ കീഴ്വഴക്കം സൃഷ്ടിക്കും. കാരണം മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ മാത്രം തീരുമാനിച്ചാൽ പോരാ, ഇനി വരുന്ന ദിവസങ്ങളിൽ മന്ത്രിമാരെ തീരുമാനിക്കേണ്ടവർ, വരുന്ന ദിവസങ്ങളിൽ വകുപ്പുകൾ തീരുമാനിക്കേണ്ടവർ, പല കോർപ്പറേഷനിലും ബോർഡ് ഉൾപ്പെടെയുള്ളത് സ്ഥാനങ്ങൾ വീതം വെക്കേണ്ടവർ, ഇതിലൊക്കെ തന്നെ ഈ പറയുന്ന കീഴ്വഴക്കം അത് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പുതിയ സമ്മർദ്ദങ്ങൾ വരും. ഇവിടെയാണ് ഞാൻ ഈ പറഞ്ഞ പ്രതിസന്ധി കോൺഗ്രസ് നേരിടാൻ പോകുന്നത്. ഭരണത്തിൽ അതുപോലെ ഒരു ചേരിതിരിവ് CPM ഈ കഴിഞ്ഞ ഇലക്ഷന് മുമ്പ് തന്നെ വലിയൊരു ആരോപണമാണ് ഉന്നയിച്ചിരുന്നത്, CPM-ഉം BJP-യും. അതായത് കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ ലീഗ് ആയിരിക്കും ഭരണം നിയന്ത്രിക്കുന്നതെന്നുള്ള വലിയൊരു ആരോപണം ഉന്നയിച്ചു. അതൊരുപക്ഷെ ലീഗിനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർക്ക് അത് തെറ്റായിട്ട് തോന്നണമെന്നില്ല. പക്ഷേ കോൺഗ്രസിന് വോട്ട് ചെയ്ത് എല്ലാ ലീഗിനെ സപ്പോർട്ട് ചെയ്യുന്നവരാണ് എന്നും കരുതണ്ട. അതുപോലെ തന്നെ പാർട്ടി ഏതെങ്കിലും ഒരു മതവിഭാഗത്തെ പ്രതിനിധാനം ചെയ്യുന്ന പാർട്ടിയായിട്ട് കോൺഗ്രസ് മാറുന്നു എന്നൊരാരോപണം വന്നാൽ അത് ഭാവിയിലെ പാർട്ടിയുടെ സാധ്യതകളെ മുഴുവനും ബാധിക്കുകയും ചെയ്യും. ഇപ്പം ഞാനൊരു കാര്യം പറയാം. കോൺഗ്രസ് എന്ന പ്രസ്ഥാനം ആസാം എന്ന സംസ്ഥാനത്തിൽ അനുഭവിക്കുന്ന പരിമിതികൾ, ബുദ്ധിമുട്ടുകൾ, രാഷ്ട്രീയത്തിൽ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ നമ്മൾ ശ്രദ്ധയിൽപ്പെടേണ്ടതാണ്. ആസാമിലെ വർഷങ്ങളോളം ഭരണകക്ഷിയായിരുന്നു കോൺഗ്രസ്. അതിനുശേഷം ആസാമിൽ വലിയ പ്രക്ഷോഭമൊക്കെ ഉണ്ടായി കോൺഗ്രസിന്റെ ഭരണകാലത്ത്. അങ്ങനെയാണ് ഓൾ ആസാം സ്റ്റുഡൻസ് യൂണിയൻ ഉണ്ടാകുന്നു, ഉൾഫ ഉണ്ടാകുന്നു. ഇതെല്ലാം തന്നെ അവിടുത്തെ ഒരു വർഗീയ ചേരിതിരിവിന്റെ വിഷയത്തിലാണ്. അതായത് ബംഗ്ലാദേശിൽ നിന്നുള്ള മുസ്ലിം നുഴഞ്ഞുകയറ്റക്കാര് എന്ന വിഷയത്തിലാണ് ഈ പ്രക്ഷോഭങ്ങളെല്ലാം ഉണ്ടായത്. അവിടെ 3000 ന്യൂനപക്ഷക്കാരെ വെടിവെച്ച് കൊന്ന നെല്ലി മാസക്കർ എന്ന നെല്ലി കൂട്ടക്കൊല, അതായത് ഉൾഫയാണ് അത് ചെയ്തത്. അങ്ങനെ ഒരു 1980-കളിൽ പിന്നീട് ഒരിക്കലും ശാന്തിയിലേക്ക് ആസാം പോയിട്ടില്ല. ഇന്നും ആസാമിലെ കോൺഗ്രസ് ദൗർഭാഗ്യവശാൽ ഒരു വിഭാഗം, അതായത് കോൺഗ്രസിന്റെ 19 MLA-മാരിൽ 18 പേരും ന്യൂനപക്ഷ സമുദായത്തിൽപ്പെട്ടവരാണ്.
അപ്പോൾ കോൺഗ്രസ് അവിടെ ലീഗ് പോലാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ള ആരോപണം വന്നു. കോൺഗ്രസിന് 3 തവണയും തുടർച്ചയായിട്ട് മുന്നോട്ട് പോകാൻ പറ്റിയില്ല. ബി ജെ പി ഈ കഴിഞ്ഞ 2 തവണയും ബോഡോകളുടെയും അതുപോലെ AGPയുടെയും ഒക്കെ സഹായത്തോടു കൂടിയാണ് ഭൂരിപക്ഷം കിട്ടിയത്. ഇപ്രാവശ്യം ബി ജെ പി മുന്നണിക്ക് 102 സീറ്റിലധികം കിട്ടുകയും BJPക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം വരികയും ചെയ്തു. അപ്പോൾ ആ രീതിയിലേക്ക് രാഷ്ട്രീയം മാറാനുള്ള ഒരു സാഹചര്യം അത് ഉണ്ടാക്കാതിരിക്കേണ്ടത് ലീഗ് തന്നെയാണെന്നാണ് എൻ്റെ അഭിപ്രായം. അവർ സമ്മർദ്ദം ചെലുത്തുന്നുണ്ടെങ്കിൽ, ഉണ്ടോ എന്ന് ഞാനിപ്പോൾ തീർത്ത് പറയുന്നില്ല, ഉണ്ടെങ്കിൽ അവർക്ക് ഞങ്ങൾ പറയുന്ന ആളിനെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാക്കിയാൽ മതി എന്ന് അവർ പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അവർ തന്നെയാണ് ദീർഘകാലത്തേക്കുള്ള ലീഗിൻ്റെ തന്നെ താല്പര്യങ്ങൾക്കെതിരായിരിക്കും അങ്ങനെ ഒരു നടപടി. കാരണം ഈ ഒരു വിഷയം മാത്രമല്ല ലീഗിന് ഉണ്ടാകാൻ പോകുന്നത്. ഈ വരും ദിവസങ്ങളിൽ ഒരുപാട് വിഷയങ്ങൾ വരും. കാരണം ഒരു മുഖ്യമന്ത്രിയെ സമ്മർദ്ദത്തിലൂടെ കൊണ്ടുവന്നാൽ പിന്നീട് വകുപ്പുകളുടെ കാര്യത്തിൽ സമ്മർദ്ദം ചെലുത്താൻ പറ്റുമോ? പിന്നീട് എത്ര മന്ത്രിമാർ വേണമെന്നുള്ളതിൽ സമ്മർദ്ദം ചെലുത്താം. എല്ലാത്തിനും സമ്മർദ്ദം ചെലുത്തിയാൽ വലിയ ചേരിതിരിവിലേക്ക് കാര്യങ്ങൾ പോകും. പിന്നെ ഒരു ഉപതെരഞ്ഞെടുപ്പ് വന്നാൽ തോറ്റുപോയാൽ വലിയ തിരിച്ചടിയായിരിക്കും. അതുപോലെ പല സംഭവങ്ങളുണ്ടാകാം. അപ്പോൾ വളരെ കൃത്യമായി വ്യക്തമായിട്ട് ഉള്ള നിലപാടുകളുടെ അടിസ്ഥാനത്തിലല്ലാതെ ഈ ഐക്യമുന്നണിക്ക് മുന്നോട്ട് പോകാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കൃത്യമായ നിലപാടുകൾ ഓരോ വിഷയത്തിലും, ആ നിലപാടുകൾ ആദ്യം തന്നെ എടുത്ത് ആ നിലപാടുകളുടെ അടിസ്ഥാനത്തിലേ മുന്നോട്ട് പോകാൻ പാടുള്ളൂ. കോൺഗ്രസിന് കിട്ടിയിരിക്കുന്ന സുവർണാവസരമാണിത്. അതായത് CPM കഴിഞ്ഞ 2 പതിറ്റാണ്ടുകളിൽ 2000-ന് ശേഷം CPM ഇത്രയധികം ദുർബലമായ ഒരു കാലഘട്ടം വേറെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കണ്ണൂർ തൊട്ട് ആലപ്പുഴ വരെ അല്ലെങ്കിൽ തിരുവനന്തപുരം വരെ CPM, കണ്ണൂരല്ല കാസർഗോഡ് തൊട്ട് തിരുവനന്തപുരം വരെ CPMന്റെ കുത്തക മണ്ഡലങ്ങൾ നഷ്ടപ്പെട്ട ഒരു ഇലക്ഷനാണിത്. തൃക്കരിപ്പൂര്, പയ്യന്നൂര്, അതുപോലെ തളിപ്പറമ്പ്, അമ്പലപ്പുഴ, ഈ കഴക്കൂട്ടം തിരുവനന്തപുരത്ത്, ഇങ്ങനെയുള്ള പല മണ്ഡലങ്ങളിലും CPMന്റെ വലിയ പടക്കുതിരകൾ യുദ്ധഭൂമിയിൽ കുഴഞ്ഞു വീണ് മരിച്ച മണ്ഡലങ്ങളാണിതെല്ലാം. CPMനെ സംബന്ധിച്ചിടത്തോളം പാർട്ടിയിലെ ഉൾപാർട്ടി പ്രതിസന്ധികൾ വല്ലാതെ ബാധിച്ചിരിക്കുകയാണ്. അതുപോലെ CPM-CPI ബന്ധവും ഉലഞ്ഞിരിക്കുന്ന ഒരു സമയമാണ്. പ്രതിപക്ഷ ഉപനേതാവിന്റെ സ്ഥാനം CPI ആവശ്യപ്പെടുന്നതായിട്ട് വാർത്തകളുണ്ട്. CPMൽ തന്നെ ഈ വിഷയം വലിയ സംഘർഷമാണ്. ഈ തോൽവിയും ആ തോൽവിയുടെ ആഴവും, ഇപ്പോൾ ഒരു 50 സീറ്റിലധികം ഇടതുമുന്നണിക്ക് കിട്ടിയ ഒരു തോൽവി ആയിരുന്നെങ്കിൽ പിണറായി വിജയന് ഈ ബുദ്ധിമുട്ടുണ്ടാകില്ല. ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് തീർച്ചയായിട്ടും ഞാൻ പറയും CPMനെ സംബന്ധിച്ചിടത്തോളം ആ പാർട്ടി ആകെ ആടി ഉലഞ്ഞു നിൽക്കുകയാണ്. കോൺഗ്രസിന് കൃത്യമായി നല്ലൊരു മുഖ്യമന്ത്രി വന്നാൽ, കോൺഗ്രസ് ഒറ്റക്കെട്ടായിട്ട് നിന്നുകൊണ്ട് ജനക്ഷേമകരമായ പദ്ധതികൾ കേരളത്തിൽ നടപ്പാക്കാൻ കോൺഗ്രസിന് സാധിച്ചാൽ നിശ്ചയമായിട്ടും കേരളത്തിലെ വരും ദിവസങ്ങളിൽ CPM ആടി ഉലയും. CPM കരകയറാൻ പറ്റാത്ത വിധം CPM തകരുകയും ചെയ്യും. നിയമസഭയിലുള്ള CPM വിമതര്, അവർ 3 പേരും ശക്തരായ വിമതരാണ്. സുധാകരനെ പോലെയുള്ള ഒരാൾ അസംബ്ലിയിൽ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കും അദ്ദേഹത്തിന്റെ നിരീക്ഷണങ്ങൾക്കും മറുപടി പറയാൻ CPM ബുദ്ധിമുട്ടും. പണ്ട് MV രാഘവനെ സഭയിൽ വെച്ച് തല്ലിയതുപോലൊന്നും തല്ലാനുള്ള അംഗബലം CPMനില്ല. CPM വിമതരെ സഭയിൽ ആക്രമിച്ചാൽ അടികൊണ്ട് അവര് നിയമസഭയ്ക്കകത്തിൽ മറിഞ്ഞു വീഴുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. CPMന്റെ ഇപ്പോഴത്തെ MLA-മാർ അങ്ങനൊരു സഭയ്ക്കുള്ളിൽ കൈക്കരുത്ത് കാണിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പ്രത്യേക ആക്ഷൻ കാണിക്കാൻ പറ്റുന്ന പ്രായമല്ല പിണറായിയുടെ. 2 കൈയും കൂട്ടിയിടിച്ച് ശബ്ദമുണ്ടാക്കി എതിരാളികളെ പേടിപ്പിക്കുന്ന കാലമൊക്കെ കഴിഞ്ഞു പോയി. അപ്പോൾ ഇത് കോൺഗ്രസിനൊരു സുവർണാവസരമാണ്. കോൺഗ്രസ് 5 കൊല്ലം മാന്യമായിട്ട് കേരളം ഭരിച്ചാൽ CPMന് ബംഗാളിലെ അവസ്ഥ കേരളത്തിലുണ്ടാകും. ഈ ന്യൂനപക്ഷ വോട്ടുകൾ എന്നുള്ളത് CPMൽ നിന്നും അകന്നു പോയിരിക്കുന്നു. അത് തിരിച്ചു പോകാൻ ഒരു വഴി ഞാൻ കാണുന്നില്ല. കാരണം ന്യൂനപക്ഷങ്ങളെ സംബന്ധിച്ചിടത്തോളം ദേശീയ തലത്തിൽ അപ്രസക്തമായ CPMന്റെ കൂടെ നിന്നിട്ട് അവർക്കൊന്നും ലഭിക്കാനില്ല. ദേശീയ തലത്തിലാകട്ടെ CPM ഇനി അധികാരത്തിൽ വന്നാലും അവർ BJPയോട് ചേർന്ന് നിൽക്കാനേ അവർക്ക് പറ്റുകയുള്ളൂ. അതായത് കടുത്ത എക്സിസ്റ്റൻഷ്യൽ ക്രൈസിസിൽ നിലനിൽപ്പിന് വേണ്ടിയിട്ട് ഓരോ നിമിഷവും പോരാടുകയാണ് CPM.
യഥാർത്ഥത്തിൽ നിലനിൽപ്പിന് വേണ്ടി ചക്രശ്വാസം വലിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനമാണ് ഇപ്പോൾ CPM. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഇതൊരു കോൺഗ്രസിനെ സംബന്ധിച്ച് ഐക്യത്തോടെ നിൽക്കേണ്ട ഒരു സാഹചര്യമാണ്. ഇനി ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് ഞാൻ ഈ ചർച്ച നമുക്ക് വൈൻഡപ്പ് ചെയ്യാമെന്നാണ് തോന്നുന്നത്. അതായത് മുസ്ലിം ലീഗ് എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് സമ്മർദ്ദം ചെലുത്തുന്നതിന് ഈ മന്ത്രിസഭയിൽ പരിമിതികളുണ്ട്. 102 അംഗങ്ങളുണ്ട്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കേരള കോൺഗ്രസിന്റെയും അതുപോലെ തന്നെ മറ്റ് MLA-മാരുടെയും ഒക്കെ സ്വതന്ത്ര MLA-മാരുടെയൊക്കെ പിന്തുണയാണെങ്കിൽ കോൺഗ്രസിന് ഭരിക്കാൻ കേരളത്തിൽ 23 മുസ്ലിം ലീഗ് MLA-മാര് അവർക്ക് ഭീഷണിപ്പെടുത്തി സർക്കാരിനെ കൊണ്ട് ഒരു കാര്യം ചെയ്യിക്കാൻ പറ്റില്ല. ആ സാഹചര്യമാണ്. അപ്പോൾ ഒരുപക്ഷെ ഭരണം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഈ ഭീഷണികളും സമ്മർദ്ദങ്ങളും കാണിച്ചില്ലെങ്കിൽ വരുന്ന ദിവസങ്ങളിൽ മുന്നണിക്കുള്ളിൽ തങ്ങൾക്ക് ഒരു വിലയും ഇല്ലാതാവുമെന്ന തോന്നലായിരിക്കണം ഒരുപക്ഷെ മുസ്ലിം ലീഗിനെ ഈ തുടക്കത്തിൽ തന്നെ ഈ സമ്മർദ്ദ രാഷ്ട്രീയം കളിക്കാൻ പ്രേരിപ്പിച്ചതെന്നാണ് ഞാൻ കരുതുന്നത്. അത് ഓടുന്ന പട്ടിക്ക് ലീഗ് ഒരു മുഴം മുമ്പേ എറിഞ്ഞ ഒരു സാഹചര്യമായിട്ടാണ് ഞാനത് കാണുന്നത്. ഇങ്ങനെയുള്ള ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൽ ദൈനംദിനം കോൺഗ്രസിൽ ഈ പറയുന്ന സംഘർഷമാണെങ്കിൽ അത് മുഖ്യ പ്രതിപക്ഷമാവാൻ അല്ലെങ്കിൽ തങ്ങളുടെ ശബ്ദം കേൾപ്പിക്കാൻ BJPക്ക് സഭയിലൊരു അവസരമുണ്ട്. ഇപ്രാവശ്യം BJPക്ക് 3 MLA-മാരുണ്ട്. ആ MLA-മാരിൽ പണ്ട് O രാജഗോപാൽ സഭയിൽ വന്ന് CPM-ന് വേണ്ടി സംസാരിക്കുന്ന പോലല്ല. O രാജഗോപാൽ പണ്ട് ശ്രീരാമകൃഷ്ണന് സ്പീക്കർ ഇലക്ഷനിൽ വോട്ട് ചെയ്ത ആളാണ്. പേര് ശ്രീരാമകൃഷ്ണൻ എന്നായപ്പോൾ ഞാൻ ആ പേര് ശ്രീരാമകൃഷ്ണ പരമഹംസനെ ഓർമ്മിപ്പിക്കുന്നതെന്നൊക്കെ പറഞ്ഞ് പുള്ളിക്കാരൻ ചില രാഷ്ട്രീയമായിട്ട് ചില അഭ്യാസങ്ങളൊക്കെ നടത്തി. പക്ഷേ അത്തരം MLA-മാരല്ല ഇപ്രാവശ്യം ഉള്ളത്. ഇപ്രാവശ്യം V മുരളീധരനും ഗോപകുമാറും എൻ്റെ വിലയിരുത്തലിൽ രാജീവ് ചന്ദ്രശേഖറും കൃത്യമായ BJPയുടെ രാഷ്ട്രീയം സഭയിൽ പറയും. അപ്പോൾ BJPയുടെ രാഷ്ട്രീയം സഭയിൽ പറയാൻ അവർ തയ്യാറായാൽ V മുരളീധരനെ പോലെ പരിണത പ്രജ്ഞനായ പാർലമെന്റേറിയൻ ആയിട്ടുള്ള ഒരാൾ അവരുടെ കൂടെ ഉള്ള കാരണം അവരുടെ ശബ്ദം നിയമസഭയിൽ മുഴങ്ങിക്കേൾക്കാനും വ്യത്യസ്തമായ ആ ശബ്ദം അവർക്ക് പ്രതിപക്ഷത്തിന്റെ സ്ഥാനം കൊടുക്കാനും ഇടയാക്കും. അപ്പൊ ഇതൊക്കെ തന്നെ ലീഗിനെ സംബന്ധിച്ച് ലീഗ് ഓരോ ചുവടും സൂക്ഷിച്ചു വെച്ചില്ലെങ്കിൽ ഞാൻ പറയുന്നു ലീഗ് എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ അസ്തിത്വം തന്നെ ചോദ്യം ചെയ്യപ്പെടുന്ന അവസ്ഥയിലേക്ക് കേരള രാഷ്ട്രീയം പോകും. കൈവിട്ട് കളിക്കാൻ പാടില്ല, വളയ്ക്കാം, ഒടിക്കാൻ പാടില്ല. പക്ഷെ ആ വളയ്ക്കുക എന്നുള്ള രീതിയിൽ നിന്ന് അപ്പുറത്തേക്ക് ലീഗാണ് ഈ സമ്മർദ്ദം. കേരളത്തിലെ ഈ കോൺഗ്രസിന്റെ മുഖ്യമന്ത്രിയെ തെരഞ്ഞെടുക്കുന്നതിൽ നിശ്ചയിക്കുന്നതിൽ കോൺഗ്രസിന് ഇത്രമാത്രം ബുദ്ധിമുട്ടുണ്ടാക്കിയത് ലീഗ് ആണെങ്കിൽ ഞാൻ ഉറപ്പു പറയുന്നു വരും ദിവസങ്ങളിൽ അത് തിരിഞ്ഞുകുത്തും. ഇപ്പൊ ലീഗിനെ അനുകൂലിക്കുന്ന ലീഗിന്റെ മെമ്പർമാരും സിമ്പതൈസേഴ്സുമായിട്ടുള്ള ഒരു സംഘം ആൾക്കാര് അവരെന്തൊക്കെ ചിന്തിച്ചാലും ശരി, അവർ ചിന്തിക്കുന്നത് പോലെ മാത്രമല്ലല്ലോ കേരള രാഷ്ട്രീയം പോകുന്നത്. BJPക്ക് കേരള രാഷ്ട്രീയത്തിൽ അക്കൗണ്ട് തുറക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ രാഷ്ട്രീയക്കാരൊക്കെ അക്കൗണ്ടും തുറന്നു, അക്കൗണ്ടിനകത്തിലെ പൈസയും വർദ്ധിച്ചു. അതല്ല ഇപ്പൊ കണ്ടിരിക്കുന്നത്. MP ഉണ്ടായി കേരളത്തിൽ. അപ്പോൾ ലീഗിനെ പിന്തുണയ്ക്കുന്നവരും ലീഗിന്റെ കൂടെ നിൽക്കുന്നവരും ആൾക്കാര് അവരുടെ സ്ഥാപിത താല്പര്യങ്ങളുമായിട്ടാണ് ഈ സമ്മർദ്ദ തന്ത്രങ്ങളൊക്കെ പ്രയോഗിക്കുന്നതെങ്കിൽ നമുക്ക് കൂടുതലൊന്നും പറയാനില്ല. വരും ദിവസങ്ങളിൽ ഓരോരുത്തരും അവരവരുടെ പ്രവൃത്തിയുടെ ഫലം അനുഭവിക്കുക തന്നെ ചെയ്യും. ഇതാണ് എനിക്ക് പറയാനുള്ളത്.